ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് കർക്കിടക മാസം 3-ാം ദിവസം 3-ാം തീയതിയാണ്. നമുക്ക് രാമായണ പാരായണം ചൊല്ലാം. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഭഗവാനെ, വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ്. വിശ്വാമിത്രന് യാഗം ചെയ്യുമ്പോൾ തടസ്സം ഉണ്ടാകുന്നതിന് രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാമാറ് എഴുന്നള്ളിയിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം ആനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു. ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിടിനാൻ ജന്മവും ഇന്നു വന്നിതു സഫലമായി. നിൻ തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ച് എഴുന്നള്ളിയതെന്നു ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ
വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. വിശ്വാമിത്ര മഹർഷിക്ക് യാഗം ചെയ്യുന്നതിന് നിശാചരികൾ സമ്മതിക്കുന്നില്ല. അതിന് ശ്രീരാമനെ അയക്കണം, ആ ദുഷ്ടന്മാരൊക്കെ വധിക്കാൻ. അതിന് ദശരഥ മഹാരാജാവിനോട് അപേക്ഷിക്കുവാണ് വിശ്വാമിത്ര മഹർഷി. കൗശികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തി സന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിടിനാൻ. എന്തു ചൊൽവതു ഗുരോ, നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തി ഒട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ ഞാൻ എങ്ങനെ വിടും? രാമൻ ഇത്രയും കൊതിച്ച് കിട്ടിയൊരു മകനല്ലേ, അതോ അങ്ങനെ പിരിഞ്ഞാൽ ഞാൻ മരിക്കും. അത്രമാത്രം വിഷമമുണ്ട് പിരിഞ്ഞു നിന്നാൽ നിർണയം ഞാൻ മരിക്കും. അപ്പോൾ മറ്റേയാൾ വിശ്വാമിത്രൻ പറയുക, രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവഴി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. കുലനാശം വരും ശ്രീരാമൻ ചെന്നില്ലെങ്കിൽ. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം. എന്നാൽ കേൾക്കൂ, പരമാത്മാവായ അതായത് ദേവന്മാരുടെ ഗുഹ്യം രഹസ്യം ഇത് കേട്ടാൽ അതിഗോപ്യമാണ്. വളരെ രഹസ്യമായ ഒരു കാര്യമാണ്. ഞാൻ പറയാം. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതി, മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നെ പത്നിയാകും അതിഥി കൗസല്യ കേളെന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സര ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരം എന്നാൻ. പുത്രനായി പിറക്കേണം എനിക്ക് ഭവാൻ എന്ന് സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. പൃഥീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും, അത് അനന്തനാണ് ലക്ഷ്മണൻ, അനുജൻ അതായത് ബലരാമൻ. ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയാ അയോനിജയായി ഉണ്ടായി വന്നു. അത് സ്ത്രീ പ്രസവിക്കാത്ത കുട്ടിയായിട്ടാണ് അവിടെ വന്നേക്കുന്നത്. അയോനിജ, യോനിയിൽ പിറക്കാത്തത്, സ്ത്രീകളിൽ ജനിക്കാതെ പ്രത്യക്ഷമായി കിട്ടിയൊരു കുട്ടി. യാഗവേല അതായത് ഉഴുതപ്പോൾ ജനകരാജാവ് ഉഴുതുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉഴുവുചാലിൽ വന്നതാണ്. അത് സ്ത്രീ പ്രസവിച്ചതല്ലാത്തതുകൊണ്ട് അയോനിജയായി ഉണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്രവ്യം അല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. അതുകൊണ്ട് ഭഗവാനെ ശ്രീരാമനെ കൂടെ എന്നോട് അയക്കൂ. സന്തുഷ്ടനായ ദശരഥനും കൗശികൻ എന്ന് പറയുന്ന വിശ്വാമിത്രൻ
കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു. ഗാഠഗാഠം പുണർന്നുടൻ മുകർന്നു ശിരസിങ്കിൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീര ബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി വിശ്വാമിത്രൻ യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി. രാമരാഘവ രാമലക്ഷ്മണ കുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നതും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബലവാന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. വിശപ്പട ഇല്ലാതിരിക്കാൻ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തതാണ്. ഷുൽപ്പിപാസാദികളും അത് ദാഹവും വിശപ്പും ഉള്ള തീർന്നു. അവർക്കത് ആ മന്ത്രം ജപിച്ചപ്പോൾ അവർക്ക് വിശപ്പും ദാഹമൊക്കെ പോയി. ഒത്തിരി നടക്കണ്ടേ. ഷുൽപ്പിപാസാദികളും തീർന്നു ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ല ഈ വഴി ആരുമേ ഇതുകാലം. അതുവഴി ആരും പോകാറില്ല. എന്താ കാരണം? കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. ഈ വഴി ആരും പോകാറില്ല രാമ. ഇത് താടക വസിക്കുന്ന ദേശമാണ്. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം ഇവളെ. നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചിത് അതു നേരം. ഒരു ചെറുഞാണൊലിയിട്ടുള്ളപ്പോഴത്തേ ലോകമെല്ലാം വിറച്ചു. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി. പെരിക വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടക മാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. അങ്ങനെ അവൾ മരിച്ചു. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. അതിൽ നിന്നൊരു യക്ഷിയാണ് വന്നത്. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ട് അവർ സന്ധ്യാവന്ദനം ചെയ്തു. യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ പുക്കിതു. സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ട് അരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്ക യാഗമിനി. താപം കൂടാതെ രക്ഷിച്ചിടുവാൻ ഏതു ചെയ്തും ഞാൻ എന്തും ചെയ്യാം. താപസോത്തമ അത് വിശ്വാമിത്ര മഹർഷി, ഇനി യാഗങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ. ഇനി ഇവിടെ ആരിവിടെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധി. യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതുകാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയൊടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെ 1 ശരം അന്നേരം മാരീചനും ഭീതി പോണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ ഖിന്നയായേറിയൊരു യോജന പാഞ്ഞാൻ അവൻ അർണവൻ തന്നിൽ ചെന്നു വീണിതു. മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റങ്ങൊരു ശരണമില്ല, അവൻ എന്നെ രക്ഷിക്കണമെന്ന് അഭയം പുക്കിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്ത് അതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതു അതുനേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാൻ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാദ്രാകുല നേത്ര പത്മങ്ങളോടും ഉത്സംഗയെ ചേർത്ത് പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ച് ഇതു വാത്സല്യത്താൽ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു. കൗശികൻ അവരുമായി അരുൾ ചെയ്തതു 4-ാം ദിവസം പിന്നെ മുനി അരുത് വൃഥാകാലം കളകെന്നുള്ളത് ഏതും ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണുവാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയ്യംബകമാകിയ മഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ഭഗവാൻ പരമേശ്വരൻ്റെ വില്ല് വിദേഹരാജ്യത്തിരിക്കുന്നു. അവിടുത്തെ ഇതൊക്കെ മഹായജ്ഞം അവിടെ നടക്കുന്നു. നമുക്ക് വൈകാതെ പോയി കാണാം. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം എന്നും അത് അർച്ചിക്കുന്നു. ആരാ? ഭൂമിപാലേന്ദ്ര രാജാക്കന്മാർ ഭഗവാന്റെ വില്ല് അവിടെ വച്ചിട്ടുണ്ട്. ഷോണി ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനൂരത്നം. താപസേന്ദ്രന്മാരോട് ഈ വണ്ണം അരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യപാദപ ലതാകുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം. ദിവ്യപാദപ ലതാകുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം. ജന്തുക്കളില്ലാത്തതാണ്, ഹീനം ഇല്ല, ജന്തുക്കൾ അവിടെ മൃഗങ്ങളില്ല. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദം ഇതാർക്കുള്ളൂ മനോഹരം ആശ്രയ യോഗ്യം നാനാ ജന്തു സംവീതം താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്ന് അതരുൾ ചെയ്യണം തപോനിധേ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനും ഉര ചെയ്തു. പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവർത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി. ഒരു ഗൗതമുനി തപസ്സുള്ളൊരു മുനി. ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴുംകാലം. ഗൗതമഹാമുനി തപസ്സിരിക്കുന്ന സമയത്ത് ലോകേശൻ നിജസുതയായുള്ള ഒരു അഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം. ലോകേശന്റെ മകളായ അഹല്യ ലോകസുന്ദരിയാണ്, ദിവ്യ കന്യകാരത്നമാണ്. ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും. അങ്ങനെ വിധാതാവ് ബ്രഹ്മാവ് അത് ഗൗതമ മഹാമുനിക്ക് ഭാര്യയായിട്ട് കൊടുത്തു. കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരാം അവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു. ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുച്ഛവനനും കുസുമായുധവശനായാൻ. അതായത് ഈ സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രന്
എന്തൊക്കെ അവരെ വേണമെന്ന് തോന്നി. അത്ര സുന്ദരിയാണ്. വിശ്വമോഹിനിയായൊരു അഹല്യ രൂപം കണ്ടു ദുച്ഛവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി വായ്മലരും പന്തുക്കും മുലകളും ചന്തമേറിടം തുടക്കാമ്പു ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ. ഇന്ദ്രൻ ശതമഖൻ എങ്ങനെ ഇവരെയൊന്ന് കാണാൻ പറ്റും അങ്ങനെ ചിന്തിച്ചു. ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രി രൂപം ചിന്തിച്ച് അനങ്ക അന്ധനായി വന്നാനല്ലോ. അവൻ അന്ധത ഇന്ദ്രന് കണ്ണുകണമയതങ്ങായി ഇവരെ ചിന്തിച്ച് ഈ സുന്ദരിയായ അഹല്യെ. അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരു അന്തരം എന്തെന്നോർത്ത് എങ്ങനെയാണ് ഇതിനെ ഇവിടെ അടുക്ക ചെല്ലാൻ ഒക്കുന്നത് അങ്ങനെ ഓർത്തിരുന്നപ്പോൾ ലോകേശാത്മജസുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാതിയെങ്കിൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാൻ ഉടജാന്തരേ പരവശാൽ. അങ്ങനെ ഗൗതമുനി പൂജയ്ക്ക് സന്ധ്യാവന്ദനത്തിനൊക്കെ പോയ സമയം നോക്കി സുത്രാമ അഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയം ഒട്ടടുത്തിയില്ലെന്ന് കണ്ടു. വ്യക്തസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. അതായത് ഗൗതമ മഹാമുനി സന്ധ്യാവന്ദനത്തിന് ഇറങ്ങി പോകപ്പോൾ നോക്കിയപ്പോൾ നേരം വെളുത്തിട്ടില്ല, സൂര്യൻ നന്നായി ഉദിച്ചു വന്നില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ വ്യക്തസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്രാരാധിക്കും മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായ എത്രയും വേപതു പൂണ്ടു നിന്നാൻ. വന്നപ്പോൾ ആര് നിൽക്കുന്നു? ഈ എന്തുവല്ല പേര് ഗൗതമ മഹാമുനിയുടെ അതേ ലക്ഷണത്തിൽ അതേ ഡ്രസ്സും എല്ലാം അങ്ങനെ അപ്പോൾ ഈ അഹല്യയ്ക്ക് തോന്നുമ്പം അദ്ദേഹം മഹാമുനി തിരിച്ചു വന്നതായിരിക്കും എന്ന് തോന്നും. കാരണം ഇവിടെ ആരാ വന്നത് ആ വേഷത്തിൽ? ആളറിയാതെ ഇന്ദ്രൻ. അങ്ങനെ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. അപ്പൊ എൻ്റെ വേഷം തന്നെ നീ ഇവിടെ വന്നു എന്നിട്ട് അദ്ദേഹത്തിന് കോപം കൂടി. ആരാകുന്നത് എന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ല് എന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ. മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം? എന്താ എൻ്റെ രൂപം നീ കൈക്കൊണ്ടത്? നീ ആരാണ്? നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി, സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ. തവ വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കുവൻ ഇപ്പോൾ. നീ സത്യം പറഞ്ഞതിനെ ഞാനിപ്പോൾ ഭസ്മമാക്കും ദേവേന്ദ്രനെ. ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. കാമം കൊണ്ട് മുഴുത്ത ഈ കിങ്കരനായ ഇന്ദ്രൻ പറയുക, വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. അവനിങ്ങനെ പ്രാർത്ഥിക്കുക മുനിയോട്, ഓർക്കണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാൻ. ഇനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. നീ ഇത്രയും ദുഷ്കർമ്മം ചെയ്തുകൊണ്ട് നീ 1000 ഭകനായി ഭവിക്കാന്ന് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം 1000 ജനനേന്ദ്രിയങ്ങളോട് കൂടി ആവട്ടെന്ന് ഒരു നല്ലൊരു ശാപം കൊടുത്ത്. ഒന്നും കൊണ്ടായിട്ടേക്ക് ഇത്രയും അഹങ്കാരം വന്നെങ്കിൽ നീ 1000 കൊണ്ട് നടക്ക് എന്നുള്ള 1000 ഭാഗങ്ങളോട് അതാ ജനനേന്ദ്രിയങ്ങളോട് കൂടിയവൻ. അങ്ങനെ ഈ ഗൗതമനെ ശപിച്ച് ഇന്ദ്രനെ അങ്ങനെയാക്കി. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമം അകമ്പുക്കപ്പോൾ അഹല്യയും വേപത് പൂണ്ടു നിൽക്കുന്ന അത് കണ്ട് അരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാര്യേ. പിന്നെ അഹല്യെ പറയും, നീ ദുർവൃത്തമായി കാണിച്ചത് ദുരാചാര്യ. അവരറിയുന്നില്ലല്ലോ, അവർ ഈ രൂപം മുനിയുടെ രൂപത്തിലല്ലേ അവിടെ ചെന്നത്, സംശയിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുക, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. അവരെ അത്രത്തോളം കുറ്റം പറയുന്നു. അവര് വിറച്ച് നിൽക്കുക. ദുഷ്കൃതം ഒടുങ്ങുവാൻ ഇതിന് ചൊല്ലിയിടുവൻ. ഇതിൻ്റെ ദുഷ്കൃതം ഈ പാപം പോകാൻ ഞാൻ പറയുന്നു. നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. ഇതാണ് അഹല്യാമോക്ഷം ഭഗവാൻ ശ്രീരാമൻ കൊടുക്കുന്ന പറയുന്നത്. ഈ പാറയായി അവിടെ നിൽക്കുന്നത് എങ്ങനെയാ? ഈ ഭർത്താവായ ഗൗതമ മുനി ശപിച്ചതുകൊണ്ടാണ്. കാരണം അവരുടെ തെറ്റെന്ന് പറയാൻ അവർ അറിയുന്നില്ല. ഇദ്ദേഹം സന്ധ്യാവന്ദനത്തോടെ തിരിച്ച് അങ്ങനെ വരാൻ ഒരു ചിന്തിച്ചില്ല. എന്തെങ്കിലും അബദ്ധം എന്ന് നമ്മളെല്ലാം അത് മനസ്സിലാക്കണം. നമുക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ബുദ്ധി വേണം.
ഇങ്ങനെ പലരും പല വേഷം കെട്ടി വരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കണം. ഇത് അവരത് മനസ്സിലാക്കാതെ അവർ ധരിച്ച് ഗൗതമ മഹാമുനി ആയിരിക്കുന്നു. അതുകൊണ്ട് നീ കാമകിങ്കരരെ ശിലാരൂപവും കൈക്കൊണ്ട് നീ, അതായത് പാറ രൂപം കൈക്കൊണ്ട് രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. അതുകൊണ്ട് നീ ഭഗവാന്റെ ഈ രാമ അവതാരം വരുമ്പോൾ അതുവരെ നീ ഇവിടെ, അദ്ദേഹം അറിയാൻ രാമൻ അവതരിക്കുമെന്ന്, അതുവരെ നീ ഇവിടെ പാറയായി തന്നെ ഇവിടെ നിൽക്കണം, ധ്യാനിച്ച് നിൽക്കണം. നീഹാരാതവ വായുവർഷാദികളും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം, അത് വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ആഹാരങ്ങളൊന്നും വെള്ളം ഒന്നും കുടിക്കാതെ ദിവാരാത്രം ഇങ്ങനെ എന്നും ഇങ്ങനെ തന്നെ നിൽക്കണം, ഭഗവാന്റെ പാദം സ്പർശിക്കുന്നത് വരെ ശ്രീരാമൻ്റെ. അതുകൊണ്ട് നീഹാരാതവ വായുവർഷാദികളും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കൾ ഒന്നും ഇവിടെ ഉണ്ടായി വരാ, ജന്തുക്കളും മൃഗങ്ങളൊന്നും വരത്തില്ല. കാനനദേശേ മതിയാശ്രമേ മനോഹരേ, ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ എഴുന്നള്ളും രാമദേവനും അനുജനും, അതാ ലക്ഷ്മണനും ശ്രീരാമനും ഇങ്ങനെ വരും. ശ്രീരാമ പാദാംഭോജ സ്പർശം ഉണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും അവർ ആ ഒരു പാപത്തിൻ്റെ ഒരു നിഴൽ പതിച്ചു പോയില്ലേ, അതുകൊണ്ട് അത് ആ പാപം തീരാനാണ് ഇങ്ങനെ നിർത്തിയേക്കുന്ന. മുനിക്കറിയാം, പക്ഷേ ഇങ്ങനെ സംഭവിക്കണം, അതിനുവേണ്ടി അതത്രയും ചെയ്തു കൊടുത്ത്. അപ്പോൾ ഭഗവാനെ തന്നെ ധ്യാനിച്ച് നിൽക്കുമല്ലോ, പാപമെല്ലാം പോകുമല്ലോ. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി, ഭഗവാനെ ശ്രീരാമൻ വരുമ്പോൾ ഭഗവാനെ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ നന്നായി പ്രദക്ഷിണമൊക്കെ ചെയ്ത് കുമ്പിട്ട് കൂപ്പി, അങ്ങനെ നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കുക. അങ്ങനെ നീ പൂതമാനസ, അത്രമാത്രം ഹൃദയത്തിൽ കുളിരുകോരി ആനന്ദത്താൽ നിറയുമ്പോൾ പൂതമാനസനാവും അവര്. അപ്പോഴെന്തുവരും ശാപമോക്ഷമൊക്കെ വന്നിട്ട് അങ്ങനെ ഈ ഗൗതമുനിയോട് ചേരാം, അന്ന് തന്നെ നിനക്ക് ശുശ്രൂഷിക്കാം. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്ത് മുനി ഹിമവൽ പാർശ്വം പുക്കാൻ അന്ന് തൊട്ടിവിടെ വാണിടിനാൾ അഹല്യ. ഇത് വിശ്വാമിത്ര മഹാമുനി ശ്രീരാമനോടും ലക്ഷ്മണനോടും അവരുടെ അവിടെ ആശ്രമത്തിൽ കൊണ്ടുപോകുമല്ലേ ഈ ദുഷ്ട രാക്ഷസരെ ഭയന്നിട്ട്, യാഗം നടത്താൻ സമ്മതിക്കില്ല ഇവർ, കാരണം എല്ലാവരെയും വധിക്കുന്നു, പൂജിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇത് പോകുന്ന വഴിക്ക് ചെന്നപ്പോൾ ഇത് പറയുന്നത്, ഇവിടെ ഒരു പാറയായിട്ടിരിക്കുന്ന അഹല്യയാണ് ഇങ്ങനെ വന്ന സംഭവമാണെന്ന് ശ്രീരാമനെ അറിയിക്കുവാണ്. നിന്തിരുമലരടിച്ചെന്തളർ പൊടി ഏൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ, അതായത് ഭഗവാന്റെ പാദം സ്പർശിക്കുമ്പോൾ ആ പൊടി ഇങ്ങനെ ഭഗവാന്റെ കാലിലെ പൊടി ഏൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ ഇങ്ങനെ അവിടെ തന്നെ പാറ പോലെ നിൽക്കുവാണ്. അങ്ങനെ ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായത് പാറയായി ഘോരമാൻ തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമഷ അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഇതെല്ലാം വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്നത്, ഇന്ന് തന്നെ ഇത് അവരുടെ പാപങ്ങളെല്ലാം മാറി ഇതിന് മോക്ഷം കൊടുക്കണം. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചു ഉടജാങ്കണം പൂക്കാൻ. അങ്ങനെ ആശ്രമാന്തരത്തിലേക്ക് കയറി ഉഗ്രമാൻ തപസ്സോടും ഇരിക്കും ശിലാരൂപ അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. അത് ഈ പാറയാണെന്ന് ആ ശില, അത് ഭഗവാനോട് കാണിച്ചു കൊടുക്കുന്ന ഈ വിശ്വാമിത്രൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. നമ്മളും ഇങ്ങനെ മനസ്സോട് ഭഗവാനെ ആ പാദം ഒന്ന് നമുക്കും ഒന്ന് അനുഗ്രഹിക്കണമേ, നമുക്കും ഇങ്ങനെ ആ ഒരു പൊടി എങ്കിലും നമ്മൾ എപ്പോഴും ധ്യാനിക്കും ഭഗവാന്റെ ആ പാദം സ്പർശിക്കണമേ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. വായിച്ച് തീർക്കാൻ സമയം പെട്ടെന്ന് ഒത്തിരി പോകും മക്കളെങ്കിലും ഞാനിത് വെറുതെ വായിച്ചിട്ട് എന്താ കാരണം, എന്തെങ്കിലും ഒന്ന് പറയും ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. അങ്ങനെ അറിയാവുന്നവരുണ്ട് ഇതിനകത്ത്, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാ. അപ്പോൾ എങ്ങനെയാ? ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞ ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞ ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യയ്ക്കും. അപ്പോൾ ആ പാപം അങ്ങ് മാറിയപ്പോൾ അഹല്യ പാറയിൽ നിന്നെല്ലാം മോചനം വരുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റി.
അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും, കൗശിക മുനി വെച്ചാൽ വിശ്വാമിത്രൻ, താപസഞ്ചയം നീങ്ങുമാറ് സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാ വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസ അംബുജല സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യ അമരോഘ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും. അങ്ങനെ ഭഗവാനെ ഇങ്ങനെയൊക്കെ കണ്ടു. വാസവ നീലമണി സങ്കാശ ഗാത്രത്തോടും വാസവാദ്യ അമരോഘ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യ. അങ്ങനെ കണ്ടു ഭഗവാനെ. എത്ര കാലം തപസ് ചെയ്താലും നമുക്കാരെങ്കിലും കാണാൻ പറ്റുമോ? എത്ര പെട്ടെന്ന് പറഞ്ഞാൽ അത്ര നാൾ പാറയായിട്ട് നിന്നെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷം ഭഗവാനെ കാണാൻ പറ്റിയല്ലോ. തന്നോട് ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നേ ഉര ചെയ്തത് മൂർത്താൾ അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അതുവരെ പാറയായപ്പോൾ ഒന്നും ചലനമില്ലല്ലോ. അത് ഇതിൽ നിന്ന് ഉണർന്നപ്പോൾ അവർക്ക് അതൊരു ഓർമ്മ വന്ന് തന്നോട് മുന്നേ ഉര ചെയ്ത് ഓർത്താളപ്പോൾ. അങ്ങനെ ശ്രീരാമൻ്റെ പാദം ഇവിടെ സ്പർശിക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും, അതുവരെ നീ ഇവിടെ പാറയായി നിൽക്കൂ. അതിനുശേഷം വലംവശ തൊഴുതെല്ലാം കഴിയുമ്പോൾ പിന്നെ ആരുടെയാ ഗൗതമ മുനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ചെല്ലാം. അപ്പോൾ അതുവരെയുള്ള പാപങ്ങളൊക്കെ പോട്ടെ. അതവർക്ക് ഓർമ്മ വന്ന്. നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ യുദ്ധം ആത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്തിയാ സത്രം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷ അശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കിൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിയോട് ഉദ്ധാനം ചെയ്ത മുഖരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗൽഗത വർണ്ണത്തോടും അദ്വൈനായൊരു അനാദ്യ സ്വരൂപനെ കണ്ടു സത്യോജാത ആനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അങ്ങനെ അവരിതെല്ലാം കണ്ട് സന്തോഷമായിട്ട് അവരെ സ്തുതിക്കുന്നു. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയും അല്ല ചൊല്ലാം പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസു ലേശമിന്ന് എനിക്കല്ലോ. ഭഗവാന്റെ പാദത്തിൽ നിന്നുള്ള പാംസു പൊടി ലേശമിന്ന് എനിക്കല്ലോ സിദ്ധിച്ചു. അവർക്ക് ആ ഭഗവാന്റെ കാലിലെ പൊടി ചവിട്ടുമ്പോൾ ആ പൊടി അതുപോലെ അവർക്ക് ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ ഞാൻ അത്രമാത്രം കൃതാർത്ഥയായി അവർ പറയുക. നിന്നെ കാണാൻ ഭഗവാനെ കാണായി വന്നത് മൂലം എത്രയും അതുമല്ല ചൊല്ലാം പത്മജ രുദ്രാദികളാൽ അപേക്ഷ ആരില്ല. ഈ പത്മജ രുദ്രാജ പരമശിവനോ ആർക്ക് പോലും കിട്ടാത്ത ആ പത്മസം ലഗ്നപാംസു അത് ആർക്കും കിട്ടാത്ത ആ പൊടി ലേശം ഇന്ന് എനിക്കല്ലോ. അത്ര ഭാഗ്യവതിയായ അഹല്യ എനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദ അതിരേകത്താൽ അതിനെത്തുമോ. ബഹുകൽപ്പകാലം ആരാധിച്ചാലും എത്ര കാലം ഞാൻ ആരാധിച്ചാലും അത് കിട്ടുമോ? അതെനിക്ക് കിട്ടിയല്ലോ. ഭഗവാന്റെ കാലിൽ ആ പൊടി പിന്നെ ഭഗവാനെ കണ്ട് കുളിർക്കെ. അതുകൊണ്ട് എത്ര എത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രം എത്രയും തവ ചേഷ്ടിതം ജഗൽപതേ മർത്യഭാവേന വിമോഹിച്ചിടുന്ന ദേവം അതിമായികൻ പൂർണ്ണൻ. ഭഗവാൻ ആനന്ദമയനായൊരു മായാമയനല്ലയോ പൂർണ്ണൻ. ന്യൂനാതിരേക ശൂന്യൻ അചലനല്ലോ ഭവാൻ. കുറവും കൂടുതലില്ലാത്ത ഭഗവാന് കുറവും കൂടുതലൊന്നുമില്ല. അങ്ങനെ അതിരേക ശൂന്യൻ അചലനല്ലോ ചലിക്കാത്തവനല്ലോ ഭവാൻ. ത്വൽപാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പ ഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. ശ്രദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദ സ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതു. എത്രയാലും പുണ്യം ചെയ്തിട്ടാണല്ലോ ഇത്രയും സംഭവിച്ചത്. പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതു. വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ.
മഹാദേവൻ പോലും ജപിക്കുന്ന ആരെയാ? ഭഗവാനെയല്ലയോ. അങ്ങനെയുള്ള യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ, ഈ ആരാ? ശ്രീരാമനെ അല്ലെ ഭഗവാൻ നാരായണനെ. അത് രണ്ടും ഒന്നാണല്ലോ. അതുകൊണ്ട് ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അനുഭവം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ വേദനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കിൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ട് വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. മനസ്സിൽ ഭഗവാൻ എപ്പോഴും വസിക്കണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാൻ ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മുൻനില ആക്രാന്തം 3 നിലകളിലും ആക്രമിച്ച് 3 നില ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാ ആദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, സർവഭൂതങ്ങളിലും ശക്തി ഇല്ലാത്തവൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഉഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ. വാക്കിനു സദാ മമ കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലം എന്നാകിലെന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാ നിന്തിരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഭഗവാനെ മനുഷ്യനെന്ന് പറയുന്നത് അറിവില്ലാത്ത അജ്ഞാനികളാണ്. പരമാത്മാവ് ജഗദീശ്വരനാണെന്ന് പറയാതെ ചിലർ പറയുമോ കൃഷ്ണനായിട്ട് അവതരിച്ച് രാമനായിട്ട്, അതൊക്കെ മനുഷ്യനല്ലേ. അത് ആരാ പറയുന്നത്? അജ്ഞാനികൾ, അന്ധത മൂടിക്കിടക്കുന്ന ഒരു വിവരമില്ലാത്ത അജ്ഞാനികളെ അതാണ് മാനസേ വിശ്വാത്മാവ നിന്തിരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. അജ്ഞാനികളെ അങ്ങനെ പറയാത്തവർ ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ പരമാത്മാവാണെന്ന് തന്നെ ഭക്തന്മാർ പറയും. അതേസമയം അറിവില്ലാത്ത അജ്ഞാനി ഒരു വിവരമില്ലാത്തവർ പറയുന്നത് പിന്നെ ശ്രീരാമനും അത് അവിടെ ദശരഥൻ്റെ മകനായിട്ട് വന്ന മനുഷ്യനല്ലയോ, ഇങ്ങനെ പറയുന്നവരും കാണും. പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്, അത് നിന്തിരുവടിയല്ലോ. ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയയുക്തയാം ശക്തി യുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും. സത്വങ്ങളെല്ലാം ഉള്ളിൽ വാഴുന്ന ജീവാത്മാവാണ് ഭഗവാൻ. അതാണ് സത്വാദി ഗുണത്രയയുക്തയാം. ഗുണത്രയം സാത്വിക രാജസ താമസങ്ങളായിരിക്കുന്ന ഗുണത്രയങ്ങളായിരിക്കുന്ന സത്വാദികളിൽ ശക്തി യുക്തനായ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സത്വങ്ങളിൽ ഈ ജന്തുക്കളിൽ നമ്മളിൽ എല്ലാവരിലും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായ ഭഗവാൻ നാഥനാണ്. അതാണ് സത്വാദി ഗുണത്രയയുക്തയാം ശക്തി യുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താ മാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭോ.
സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായത് എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി വസിച്ചിടലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു എത്ര 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 കുത്രാപി വെച്ചാൽ എവിടെയെങ്കിലും ഞാൻ അതായത് പാറയിൽ വസിച്ചാലും എവിടെ വസിച്ചാലും എല്ലാ നാളും നമ്മുടെ പൊൽത്തളിരടികളിൽ ഇളക്കം നമ്മുടെ മനസ്സിലൊരു ഇളക്കം വരാതെ ഭഗവാനെ ഉറച്ച് നമ്മൾ മനസ്സ് ഉറച്ചിൽ ഭഗവാൻ ഇരിക്കുന്നതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എത്ര കുത്രാപി വസിച്ചിടലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ് അപരം അല്ലാതെ എനിക്ക് മറ്റൊന്നും അപരം വേറൊന്നും ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമോസ്തുതേ നമസ്തേ നമോ നമ. എനിക്ക് എൻ്റെ ഉള്ളിൽ ഭഗവാനെ ഇരുന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഭക്തി ഉണ്ടാകാനും മാത്രമല്ല അപരം വേറൊന്നും എനിക്ക് വേണ്ട. ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ് അല്ലാതെ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്ത അപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുഹൃത ശരചാപം കരുണാകരം കാളജലദാഭാസം രാമം കാളജലദാഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാപരം കനകോജ്വലം രത്നകുണ്ഡലാഞ്ചിത ഗണ്ഡം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രാമമീടെ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യദാനം പിന്നെ ലോകേശ്വരാജ്ഞയാലേ പോയതോ പവിത്രയായിട്ട് അത്രമാത്രം ശുദ്ധയായി അങ്ങനെ എങ്ങോട്ട് പോയി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനെ ആധിയും തീർത്ത് വസിച്ചിടിനാൾ അഹല്യയും. അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടി. അതായത് ഈ പാറയിൽ നിന്നെല്ലാം കരകയറി അവർക്ക് ഇതെല്ലാം ഭഗവാനെ കാണാൻ കിട്ടി. ഭഗവാൻ എപ്പോഴും അവരുടെ ഉള്ളിൽ വസിക്കാനായി പ്രാർത്ഥിച്ചു. അവസാനം അവരുടെ ഭർത്താവായ ഗൗതമ മുനിയുടെ അടുക്കിലേക്ക് ചെന്നു. ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും. ഈ സ്തുതി ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയല്ല വരും ഐഹിക സൗഖ്യം, ഈ ലോകത്തിലെ സൗഖ്യവും. പുരുഷന്മാർക്കും നൂനം ഭക്ത്യാ നാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. ഈ ലോകത്തിലുള്ള സർവ്വതും കിട്ടും, ഭഗവാനെയും കിട്ടും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി പുത്രനെ വേണമെന്ന് വെച്ചാൽ നല്ല പുത്രന്മാരെ കിട്ടും. അർത്ഥത്തെ അതായത് ധനം വേണമെന്ന് അത് അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റവും ഉണ്ടാം. ഗുരു തൽപകൻ കനകസ്തേയി സുരാപായി അത് മദ്യപാനി ധരണീസുരഹന്ത പിതൃമാതൃഹന്ത പോകി പുരുഷാധമൻ ഏറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തിയ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സൽവൃത്തൻ നായിടിൽ പറയണമോ മോക്ഷം. എത്ര ദുഷ്ടന്മാരായാലും ഭഗവാനെ ധ്യാനിച്ചാൽ സാധിക്കുമല്ലോ മോക്ഷം. സൽവൃത്തൻ എന്നാകുന്ന പുണ്യവാനാണെങ്കിലോ ഒരു സാത്വികനായ ഒരു ഗുണവാനായ ഭക്തനാണെങ്കിലോ പറയണമോ മോക്ഷം. പിന്നെ മോക്ഷം ഉണ്ടെന്ന് പറയണോ, അത് എത്ര പെട്ടെന്നാണെന്ന്. അതായത് ഇത്രയും ദുഷ്ടന്മാർക്ക് പോലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാം നേടാം, മോക്ഷവും കിട്ടും. സൽവൃത്തൻ നായിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ഹരി ഓം ഹരി ഓം.